പിന്നെ ഞാൻ വളരെ ഭയത്തോടു കൂടിയും ഒക്കെയാണ് ആ സിനിമയെ അപ്രോച്ച് ചെയ്തതാണ്. ഞാൻ അതുവരെ ചെയ്ത എല്ലാ സിനിമകളെക്കാളും കൂടുതൽ കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്ത്. എന്നാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണത്. MD സാറിനെ പോലെ ഒരു വലിയ റൈറ്ററുടെ സിനിമ ചെയ്യുന്ന ആ സമയത്ത് ഏറ്റവും യങ്ങർ ജനറേഷനിൽപ്പെട്ട ഡയറക്ടറാണ് ഞാൻ. MD സാർ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ പുള്ളി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പുള്ളി ഒന്നും മിണ്ടാതെ കണ്ടിട്ട് പോകും, ഒന്നും മിണ്ടത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പുള്ളിയുടെ മുഖഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ വളരെ സിൻസിയറായിട്ട് ഡീപ്ലി ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തത്. അതിൻ്റെ കറക്റ്റ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. 4 നൈറ്റ് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. MD സാറിനെ കാണിക്കാനായിട്ട് ഫൈനലി എഡിറ്റിംഗ് കഴിഞ്ഞ് ഫൈനലായിട്ട് കാണിക്കാൻ നേരത്ത് ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആളെ പോലെ നിൽക്കുകയാണ്. സാർ എൻ്റെ അടുത്ത് നിന്ന് ചിരിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മീശം പിരിച്ചിട്ട് പോയി. പക്ഷേ പുള്ളി അടുത്ത കാലത്ത് ആരുടെ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ തിരക്കഥകളുടെ മുകളിൽ പോയ ഏക സിനിമ ഇതാണെന്ന് പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ആരോ എൻ്റെ അടുത്ത് പോലെ അങ്ങനെ എവിടെയോ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം.